നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ അടുത്ത മത്സരം സ്കോട്ട്ലൻഡിനെതിരെയാണല്ലോ. ജൂൺ 25 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 നടക്കുന്ന ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. നെയ്മർ സ്കോട്ട്ലൻഡിനെതിരെ ഓർമ്മകൾ 15 വർഷം പുറകോട്ട് പറക്കും. ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയത് അന്നാണ്. ഇന്ന് 2011. 2011, അതായത് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയത്. അതൊരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു. അന്ന് എന്ത് സംഭവിച്ചു? ഇരട്ട ഗോളുകൾ. നെയ്മർ ജൂനിയർ അന്ന് നേടിയത് ഇരട്ട ഗോളുകളാണ്. നെയ്മറുടെ ആ ബ്രേസിൻ്റെ ബലത്തിലാണ് അന്ന് ബ്രസീൽ വിജയിച്ചു കയറുന്നത്. അപ്പം അത് വീണ്ടും ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ആരാധകർ ഇവിടെയുള്ളത്. അന്നത്തെ മത്സരത്തിൻ്റെ കൃത്യമായ കണക്കിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ സംഗതി വളരെ വ്യക്തമാണ്. ബ്രസീൽ ടീമിനെ അന്ന് തോളിലേറ്റിയത് നെയ്മർ ജൂനിയറാണ്. നോക്കാം നമുക്കതിൻ്റെ കൃത്യമായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ബ്രസീലിൻ്റെ ആദ്യ 11 നോക്കിക്കഴിഞ്ഞാൽ പലരും ഇന്നിപ്പോൾ ടീമിലില്ല. പലരും എന്നല്ല, നെയ്മറല്ലാതെ മറ്റാരെയും നമുക്കവിടെ യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് കോച്ച് ആരാന്നറിയോ? മനോ മെനസസ് ആണ്. ഗോൾ കീപ്പറായിട്ട് ഹുലിയോ സീസറാണ്. ഡിഫൻസിലോ ആൻഡ്രേ സാൻഡോസും ലൂസിയോയും തിയാഗോ സിൽവയും ഡാനി ആൽവസുമാണ്. മധ്യനിരയിലോ യാഡ്സനും റാമിറസും ലുക്കാസ് ലിവയും എലാനോയുമാണ്. മുന്നേറ്റത്തിലോ ലിയാൻഡ്രോ ഡാമിയാവോ, ഒപ്പം സാക്ഷാൽ നെയ്മർ ജൂനിയർ. അതാണ് അന്നത്തെ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11. അന്ന് ബ്രസീൽ കളി തുടങ്ങി 42-ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ആ ഗോൾ സൂപ്പർ താരം നെയ്മർ ജൂനിയറുടെ വക. ഇടവേള സമയത്ത് ബ്രസീൽ സ്കോട്ട്ലൻഡിന് മേൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിൽ. പിന്നെ രണ്ടാം പകുതിയിൽ 77-ാമത്തെ മിനിറ്റിൽ അടുത്ത സംഭവം ഉണ്ടാകുന്നു. അതായത് പെനാൽറ്റി ലഭിക്കുന്നു. ആ പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് നെയ്മർ ജൂനിയർ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിൽ വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയത് 1998-ലാണ്. അന്ന് ബ്രസീൽ 2-1 വിജയിച്ച് കയറുകയാണ് ചെയ്തത്. 98 അതൊരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമാണ്. ഇതുപോലുള്ളൊരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അന്ന് ബ്രസീൽ വിജയിച്ച് കയറുമ്പോൾ സെസാർ സാംപായോ, അതോടൊപ്പം തന്നെ ടോമി ബോയുടെ 1 ഗോളും സെസാർ സാംപായോയുടെ ഗോളും, അങ്ങനെയാണ് അന്ന് 2-1 ബ്രസീലിൻ്റെ വിജയം കുറിക്കപ്പെട്ടത്. പിന്നെ അതിനു മുമ്പോ അത് 1990-ലാണ് ബ്രസീലും സ്കോട്ട്ലൻഡും തമ്മിലുള്ള വേൾഡ് കപ്പിലെ മത്സരം. അന്ന് 1-0 വിജയമാണ് ബ്രസീൽ നേടിയിരുന്നത്. അതിനുശേഷം അതിനു മുമ്പ് പിന്നെ 1982 വേൾഡ് കപ്പിൽ അന്ന് 4-1 വിജയിച്ചിരുന്നു. പിന്നെ ഒരു പഴയ കണക്ക് 1974-ലാണ്. അത് ഗോൾ രഹിതമായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ കണക്കുകൾ വേൾഡ് കപ്പിലെ കണക്കുകളാണ്. അതേസമയം ആദ്യം നെയ്മർ ഇരട്ട ഗോൾ അടിച്ചു എന്ന് പറഞ്ഞത് ഫ്രണ്ട്ലി മത്സരമാണ്. അതാണ് ഏറ്റവും ഒടുവിൽ നടന്ന മത്സരം. 2011 ബ്രസീലും ഈ പറയുന്ന ടീം സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടിയത് ഏറ്റവും ഒടുവിൽ 2011-ലാണ്. ഇനി എന്ത് സംഭവിക്കും? 15 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റുമുട്ടലിൽ ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം വിസ്മയം തീർക്കുമോ? മിക്കവാറും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും. വരുന്ന സമയത്ത് അദ്ദേഹം അത്ഭുതം കാണിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.